1974 ജൂൺ 19 ലോകകപ്പ് വേദിയിൽ നെതർലൻഡ്സും സ്വീഡനും നേർക്കുനേർ. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ മത്സരത്തിൽ സ്വീഡിഷ് ബോക്സിന് പുറത്തായി ഇടതുവശത്തു പന്തുമായി നിൽക്കുന്നത് നെതർലൻഡ്സിന്റെ 14-ാം നമ്പർ താരം യോഹാൻ ക്രൈഫ്. മെലിഞ്ഞ ശരീരം, അസാധാരണമായ വേഗത, കണ്ണുകളിൽ കളിയുടെ ഭാവി വായിക്കുന്ന ബുദ്ധി. സ്വീഡിഷ് പ്രതിരോധ താരം ജാൻ ഓൾസൻ തടയാനെത്തിയ നിമിഷം ഒരു ചലനത്തിലൂടെ ക്രൈഫ് എതിരാളിയെ മറികടന്നു. സാധാരണ ഒരു വിങ്ങർ ചെയ്യുന്നത് പോലെ ക്രൈഫ് പന്തുമായി മുന്നോട്ടു പോകുമെന്നെല്ലാവരും കരുതി. എന്നാൽ അടുത്ത നിമിഷം സംഭവിച്ചത് ഫുട്ബോളിന്റെ പാഠപുസ്തകങ്ങളിൽ ഇടം നേടിയ ഒരു മായാജാലം. ക്രൈഫ് പന്ത് വലത്തോട്ട് കൊണ്ടുപോകുന്നത് പോലെ നടിച്ച് പെട്ടെന്ന് ശരീരം തിരിച്ചു. എതിരാളിയുടെ കാൽ മുന്നോട്ടുപോയി. പക്ഷേ ക്രൈഫ് പിന്നിലേക്ക് വലിച്ചെടുത്ത കാൽ കൊണ്ട് പന്തിനെ നിയന്ത്രിച്ച് എതിരാളിയെ മറികടന്നു. പിന്നീട് ആ ഡ്രിബിൾ ഫുട്ബോൾ ചരിത്രത്തിൽ ക്രൈഫ് ടേൺ എന്ന പേരിൽ അനശ്വരമായി. 1947 ഏപ്രിൽ 25 ആംസ്റ്റർഡാമിൽ ജനിച്ച യോഹാൻ ക്രൈഫ് അയാക്സ് അക്കാദമിയിലൂടെയാണ് ലോക ഫുട്ബോളിലേക്ക് ഉയരുന്നത്. പരിശീലകൻ റെനസ് മെഷേൽസിനൊപ്പം ടോട്ടൽ ഫുട്ബോൾ എന്ന വിപ്ലവത്തിന് രൂപം നൽകി. കളിക്കാരുടെ സ്ഥാനങ്ങൾ കർശനമായ ചട്ടക്കൂടല്ല, സാഹചര്യത്തിനനുസരിച്ച് എല്ലാവരെയും ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് ടോട്ടൽ ഫുട്ബോൾ. ഈ തന്ത്രത്തിന്റെ ഹൃദയം ക്രൈഫ് ആയിരുന്നു. അദ്ദേഹം ഒരു സ്ട്രൈക്കർ മാത്രമായിരുന്നില്ല, ഒരു പ്ലേ മേക്കർ, ഒരു നേതാവ്, ഒരു തന്ത്രജ്ഞൻ. പന്ത് എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ കളി എങ്ങോട്ട് മാറുമെന്ന് ക്രൈഫ് മനസ്സിലാക്കിയിരുന്നു. 3 തുടർച്ചയായ യൂറോപ്യൻ കപ്പ് കിരീടങ്ങൾ നേടി അയാക്സിനെ യൂറോപ്പിന്റെ നെറുകയിലെത്തിച്ചു. 1974 ലോകകപ്പിൽ കിരീടം നേടാനായില്ലെങ്കിലും ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ ക്രൈഫിനായിരുന്നു. 3 തവണ ബാലൻഡിയോർ ജേതാവായ ക്രൈഫ് പിന്നീട് ബാഴ്സലോണയിലും തന്റെ മായാജാലം തുടർന്നു. കളിക്കാരനായും പരിശീലകനായും ക്ലബിന്റെ ചരിത്രം മാറ്റിയെഴുതി. 2002 അദ്ദേഹത്തിന് നെതർലൻഡ്സ് രാജകുടുംബം നൈറ്റ് പദവി നൽകി ആദരിച്ചു. 2016 യോഹാൻ ക്രൈഫ് ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ അദ്ദേഹം പഠിപ്പിച്ച ഫുട്ബോൾ ഇന്നും ജീവിക്കുന്നു. ഓരോ തവണയും ഒരു കളിക്കാരൻ ബുദ്ധി കൊണ്ട് എതിരാളിയെ തോൽപ്പിക്കുമ്പോൾ, ഓരോ തവണയും ഒരു ടീം ടോട്ടൽ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടെ ക്രൈഫിന്റെ പാരമ്പര്യം തുടരുകയാണ്. കാരണം ചില ഇതിഹാസങ്ങൾ കാലത്തെ മറികടന്ന് കളിയുടെ ആത്മാവായി മാറുന്നു. ക്രൈഫ് പന്ത് തട്ടിയപ്പോൾ മൈതാനത്തൊരു കളിക്കാരൻ മാത്രമല്ല ചലിച്ചത്, ഒരു പുതിയ കാലഘട്ടം ജനിക്കുകയായിരുന്നു. കാൽപന്തിന്റെ കവിയും തന്ത്രത്തിന്റെ ശില്പിയും ഫുട്ബോളിന്റെ അനശ്വര വിപ്ലവകാരിയുമായിരുന്നു യോഹാൻ ക്രൈഫ്. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.